വെൽക്കം ടു മിറക്കിൾ ഡേ. അത്ഭുത ദിനത്തിലേക്ക് വീണ്ടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് നമ്മുടെ അത്ഭുതത്തിൻ്റെ ദിവസം. ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഇന്നത്തെ സ്പോൺസർക്കായിട്ട് ചേർന്ന് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വചനം നമ്മളിങ്ങനെ വായിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ അറിയിക്കത്രേ വേണ്ടേ. Be careful for nothing, but in everything by prayer and supplication with thanksgiving let your requests be made known unto God. ഈ ഫാമിലിയിൽ എല്ലാ ആവശ്യങ്ങളെയും കർത്താവ് ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാത്ത ഒരു വലിയ ബ്ലെസ്സിങ് ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനപ്രകാരം ഈ ഭവനത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രൊവിഷനുകൾ വെളിപ്പെടട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ചേർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് വരാം. ഇന്നത്തെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ വലിയ 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 കൺസ്ട്രക്ഷനുകൾ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീണ്ടും അവസാനം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, വചന സന്ദേശത്തിന് മുമ്പിലായിരിക്കുമ്പോൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി അതിശയങ്ങളെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ലെറ്റ് us come to the message now. ഒരു പ്രത്യേക കാര്യം നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജിനിടെ ഞാൻ വന്നിരിക്കുന്നത്. 27-ാം തീയതി ജാനുവരി 27 ഞായറാഴ്ച, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, യൂത്തിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക ശുശ്രൂഷയാണ് പത്തനംതിട്ടയിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും അവർക്ക് ആവശ്യമായിരിക്കുന്ന ദൈവിക ആലോചനകളും വാഗ്ദത്തങ്ങളും അവരുടെ മേൽ കൈമാറി പരീക്ഷയ്ക്ക് വേണ്ടി അവരെ വളരെ കോൺഫിഡൻസ് ഉള്ള കുഞ്ഞുങ്ങളാക്കി അവരെ സജ്ജരാക്കുന്ന പ്രത്യേക ശുശ്രൂഷയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. ഈ വലിയ ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു സംശയമില്ല, ഈ പ്രാവശ്യത്തെ എക്സാം യേശുവിനോട് കൂടെ അത്ഭുത വിജയം കൈവരിക്കാൻ ഈ മീറ്റിംഗ് ഇടയാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തന്നെ ഈ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. ഈ നമ്പേഴ്സിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മീറ്റിംഗിൽ പങ്കെടുക്കാം. ഗോഡ് ബ്ലെസ്. കരങ്ങൾ ഉയർത്തി യേശുവേ, ആരാധന യേശുവേ, ആരാധന. Please listen me very carefully. വളരെ ശ്രദ്ധയോടായിരിക്കുക. Because the word of God is the one thing that is building up our spiritual life. ദൈവവചനമാണ് നമ്മെ പണിയുന്നത്. Word of God will cleanse us. ദൈവവചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. The word of God will edify us. ദൈവത്തിന്റെ വചനം നമ്മെ പോഷിപ്പിക്കുന്നു. And it will give us strength. It is like a spiritual meat. നമുക്ക് ബലം തരുന്നു, ആത്മീയ ആഹാരം പോലെയാണ്. Amen. Hallelujah. In all these days I was continuously preaching from the book of Jude. യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. Amen. And verse number only one chapter. യൂദായുടെ ലേഖനത്തിൽ ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. Verse number 20 and verse number 21. അതിന്റെ 20ഉം 21 വാക്യം. Verse number 20 says, "But you, beloved, building up yourselves on your most holy faith, praying in the Holy Ghost." And verse number 21, "Keep yourself in the love of God, looking for the mercy of our Lord Jesus Christ and to eternal life." നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യ ജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. There are 3 important things here. ഇവിടെ 3 പ്രധാനമായ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. The first thing is building up ourselves in faith, most holy faith. നമ്മൾ ആദ്യം കാണുന്നത് അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മെ തന്നെ പണിയുക. We need to know that God is demanding us that we should live a faith life. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കണം. We need to know what is our capital. നമ്മുടെ മൂലധനം എന്താണോ അത് നമ്മൾ മനസ്സിലാക്കണം. Our capital is not money. നമ്മുടെ മൂലധനം
പണമല്ല. Our capital is not influence. നമ്മുടെ മൂലധനം സ്വാധീനമല്ല. Our capital is not any other human wisdom. മറ്റ് മാനുഷികമായ ജ്ഞാനം ഒന്നുമല്ല. Our capital is faith in the word of God. എന്നാൽ നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് ദൈവവചനത്തിലുള്ള വിശ്വാസം. And through the word of God we can design our future. ദൈവവചനം കൊണ്ട് നമ്മുടെ ഭാവിക്ക് നമുക്ക് രൂപം കൊടുക്കാം. We can create a better future through the word of God. ദൈവവചനം കൊണ്ട് നമുക്ക് നല്ലൊരു ഭാവി സൃഷ്ടിച്ചെടുക്കാം. No matter what situation, which way, which situation that we are born. നമ്മൾ ഏത് അവസ്ഥയിൽ ജനിച്ചോ അതിവിടെ വിഷയമേ It അല്ല. doesn't matter in which family we are born. ഏത് കുടുംബത്തിൽ ജനിച്ചോ അതിവിടെ വിഷയമേ അല്ല. In which family or which parents that we have. നമുക്ക് ഏത് കുടുംബമോ എങ്ങനെയുള്ള മാതാപിതാക്കളോ ഇതൊന്നും ഇവിടെ വിഷയമല്ല. That's not the issue here. ഇവിടെ വിഷയമേ അല്ല. It's not the matter of where we born. നമ്മൾ എവിടെ ജനിച്ചു അതിവിടെ വിഷയമേ അല്ല. But the thing is here how we are going to change our life, that's important. എന്നാൽ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാ മാറ്റുന്നത് അതിലാണ് പ്രാധാന്യത അടങ്ങിയിരിക്കുന്നത്. Every believer has to build our future through the word of God. ഓരോ വിശ്വാസിയും നിങ്ങളുടെ ജീവിതം പണിയേണ്ടത്, നിങ്ങളുടെ ഭാവി പണിയേണ്ടത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. If we are not connected with the word of God, ദൈവവചനവുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ലെങ്കിൽ we cannot lead a better Christian life. ഒരിക്കലും ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. And that is why we need to know Jesus come from the world of the spirit world. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, യേശു വന്നത് ആത്മലോകത്തിൽ നിന്നാണ്. Jesus sent by the Father. പിതാവിൽ നിന്ന് അയക്കപ്പെട്ടവൻ. Sent for each and every one of us. നമുക്ക് എല്ലാവർക്കും വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടി കർത്താവ് തന്റെ മകനെ അയച്ചു. Jesus came to this world. യേശു ഈ ഭൂമിയിൽ വന്നു. He was sent by the Father. പിതാവിനാൽ അയക്കപ്പെട്ടവൻ. And we also born from above. നമ്മളും ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. Though we have a physical parents, നമുക്ക് ഭൗതിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ ശാരീരികമായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ we are പോലും born with the flesh and bone. We are in this world. നമ്മൾ ജഡമാംസങ്ങൾ അല്ലെങ്കിൽ മാംസരക്തത്താൽ ജഡത്തിൽ നമ്മൾ ജനിച്ചവരാകുന്നു. Though we are born for maybe godly parents or physical parents. ദൈവ ഭയമുള്ള ഭൗതിക ലോകത്തിൽ തന്നെ നമുക്ക് മാതാപിതാക്കളുണ്ട്. But we need to know we also when we accept Jesus as our Lord and Savior. എന്നാൽ യേശുവിനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുന്ന ആ നിമിഷം we are born from above. നമ്മൾ ഉയരത്തിൽ നിന്ന് ജനിക്കുകയാണ്. We are a supernatural child. നമ്മൾ പ്രകൃത്യാതീതമായ ദൈവ പൈതലായി തീരുകയാണ്. Not from the corrupted things of this world. ഈ ലോകത്തിന്റെ നശിച്ചു പോകുന്ന യാതൊരു വസ്തുക്കളും കൊണ്ടല്ല. But we are born from the eternal word of God. എന്നാൽ നശിച്ചു പോകാത്ത നിലനിൽക്കുന്നതുമായ ജീവനുള്ളതുമായ ദൈവ വചനത്താൽ നമ്മൾ ജനിച്ചിരിക്കുന്നു. That is why we are from the family of God. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ദൈവ കുടുംബത്തിന്റെ ഭാഗമാണ്. Amen. Hallelujah. But we need to know what is our capital. നമ്മുടെ മൂലധനം എന്താണ്? Our capital is faith. നമ്മുടെ മൂലധനം വിശ്വാസമാണ്. Faith in the word of God. ദൈവ വചനത്തിലുള്ള വിശ്വാസം. Now what we do, നമ്മൾ എന്താ in ചെയ്യുന്നത്? order to lead a wonderful Christian life, a better life, ഒരു ജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ we need to act upon the word of God. നമ്മൾ ദൈവ വചനപ്രകാരം പ്രവർത്തിക്കണം. In our day-to-day life, നമ്മുടെ അനുദിന ജീവിതത്തിൽ we need to know how, when the problem comes, how we confront and how we face those problems. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം നമുക്ക് പലർക്കും അത് അറിയത്തില്ല. We need to know as a worldly we live in this world, we have so many challenges. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. And none of these challenges are not going to destroy your life. ഒരിക്കലും നമ്മളെ ഈ തകർച്ചകളോ ഈ പ്രതികൂലങ്ങളോ തകർക്കത്തില്ല. അത് നമ്മൾ മനസ്സിൽ ആദ്യമേ കരുതണം. If only we act upon the word of God, നമ്മൾ ദൈവത്തിന്റെ വചനപ്രകാരം പ്രവർത്തിച്ചാൽ we have wonderful results. നമുക്ക് ഏറ്റവും ജയകരമായ റിസൾട്ട് കർത്താവ് അതിൽ നിന്ന് തരികയാണ്. Amen. Hallelujah. That is why we need to know how to react to the word, how to act upon the word of ദൈവ God. വചനപ്രകാരം എങ്ങനെ പ്രതികരിക്കണം നമുക്ക് പലപ്പോഴും അറിയത്തില്ല. We need to know that. നമ്മൾ അത് മനസ്സിലാക്കണം. We need to know that this is the word which never change. ഒരിക്കലും മാറ്റം ഭവിക്കാത്തതാണ് നമ്മുടെ കയ്യിൽ നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. This word has come from the spirit world. ഈ വചനം നമുക്ക് വന്നത് ആത്മലോകത്തിൽ നിന്നാണ്. Amen. Hallelujah. Now how we will build
build our life in the most holy faith? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ എങ്ങനെ പണിയുന്നത്? The Bible is calling that the most holy faith. ബൈബിൾ ഇവിടെ പറയുന്നത് അതിവിശുദ്ധ വിശ്വാസം. What we know about faith. വിശ്വാസം നമുക്കറിയാം. We have faith in many things. പല കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമുണ്ട്. Now the Bible says this is not any of this worldly faith. എന്നാൽ ബൈബിൾ പറയുന്നത് ഈ ലോകപരമായ യാതൊരു വിശ്വാസത്തെക്കുറിച്ചല്ല. It is talking about our faith in the word of God. എന്നാൽ ദൈവ വചനത്തിലുള്ള നമ്മുടെ വിശ്വാസം. Yes. ഹല്ലേലൂയ. That will make us victorious. ആ വിശ്വാസം മാത്രമേ നമ്മളെ ജയാളികളാക്കത്തുള്ളൂ. Now how we will act upon the word? വചനപ്രകാരം എങ്ങനെ പ്രതികരിക്കുന്നത്? How to build. നമ്മൾ എങ്ങനെ അതിനെ പണിയണം? How to build ourselves in the most holy faith. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മൾ എങ്ങനെ പണിയണം? Just take an example. നമുക്കൊരു ഉദാഹരണം നോക്കാം. This beautiful building. ഈ മനോഹരമായ ഈ കെട്ടിടം. How this building built it? ഈ കെട്ടിടം എങ്ങനെ പണിയപ്പെട്ടത്? No, one day it didn't came like this. പെട്ടെന്ന് ഒരു ദിവസം ഉളവായി വന്നതല്ല. And first of all they laid a foundation stone. ഏറ്റവും നല്ല അടിസ്ഥാനം ആദ്യം മൂലക്കല്ലിട്ടു. And they made a groundwork. എന്നിട്ട് താഴെയുള്ള കാര്യങ്ങളെല്ലാം അവർ നിരപ്പാക്കി. They built the foundation first. അതിനുശേഷം ആദ്യം അവർ പണിഞ്ഞത് ഇതിന്റെ അടിസ്ഥാനമാണ്. And they put another bricks upon them. Bricks after bricks. അതിനുശേഷം ഇഷ്ടികകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ കല്ലുകൾ തുടർച്ചയായിട്ട് വെച്ചു. Cement, sands and all these things. അതിനിടയ്ക്ക് സിമെന്റും മണലും എല്ലാം വെച്ചു. And it started to grow. അത് ഇങ്ങനെ വളർന്ന് ഒരു കെട്ടിടമായി തീരുകയാണ്. Step by. പടിപടിയായിട്ട് അത് കെട്ടിടമായി തീരുകയാണ്. The same way. അതുപോലെ തന്നെ our Christian life is like a building. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു കെട്ടിടം പണിയുന്നത് പോലെയാണ്. We have to build upon the word of God. നമ്മൾ ഓരോ കല്ലും എടുത്തു വെക്കേണ്ടത് ദൈവ വചനത്തെ ആധാരമാക്കിയാണ്. I will tell you how to use our faith. വിശ്വാസത്തെ എങ്ങനെ ഉപയോഗിക്കണം? Amen. I will tell you an example. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. Suppose if a heavy rain comes. ശക്തമായി മഴ പെയ്യുകയാണ്. What you will say? നിങ്ങൾ എന്ത് പറയും? Most of the people will say, oh, terrible. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ വളരെ കഷ്ടപ്പെടുത്തുന്ന ഒരു മഴയാണ്. We all going to perish now. ഞങ്ങൾ എല്ലാം ഈ മഴയിൽ നശിച്ചു പോകാൻ പോകുകയാണ്. Don't say. പറയരുത്. This is not going to kill you. ഈ മഴ അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം നിങ്ങളെ നശിപ്പിക്കുകയല്ല. Flood or rain, whatever comes. വെള്ളപ്പൊക്കം വന്നോട്ടെ, മഴ പെയ്തോട്ടെ. Don't speak negative. എന്നാൽ നാവ് കൊണ്ട് ഒരു വാക്ക് പോലും അവിശ്വാസം നിങ്ങൾ സംസാരിക്കരുത്. Because God will turn it everything for your good. നിങ്ങൾക്ക് എന്തെല്ലാം പ്രതികൂലം വന്നാലും സകലത്തെയും നമ്മുടെ നന്മയ്ക്കാക്കി മാറ്റുന്നതാണ് നമ്മുടെ കർത്താവ്. The problem which you are going through today. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നം. Are you ready to stop saying negative about your situation? നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെറ്റായ വാക്കുകൾ, അവിശ്വാസത്തിന്റെ വാക്കുകൾ, ക്ഷയാത്മക വാക്കുകൾ നിങ്ങൾ നിർത്തുവാൻ ഒരുക്കമാണോ? And in spite of the negative words, നിങ്ങളുടെ ആവശ്യമില്ലാത്ത വാക്കുകൾ start confess the word of God. അത് നിർത്തിയിട്ട് ദൈവത്തിന്റെ വചനം ഏറ്റുപറയാൻ തുടങ്ങുക. I think you are not getting the message. മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. Are you ready to create a new world? നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ലോകം സൃഷ്ടിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണോ? Confess something good about your family. നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് നല്ലത് സംസാരിക്കുക. Are you ready to challenge the devil? പിശാചിനെ വെല്ലുവിളിക്കുവാൻ എത്ര പേർ ഒരുക്കമാണ്? Are you ready to say I am a blessing in the city? നിങ്ങൾ എത്ര പേർ ധൈര്യത്തോടെ പറയും, ഞാൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. I am a blessing when I come, I am a blessing when I go. ഞാൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവൻ, പുറത്തു പോകുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. And whatever I touch I will prosper. ഞാൻ തൊടുന്ന എല്ലാറ്റിലും എൻ്റെ ദൈവമായ യഹോവ സമൃദ്ധി കൽപ്പിക്കും. This is talking about me. ഇത് എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. I believe the unchanging promise of God. ദൈവത്തിന്റെ മാറാത്ത വചനത്തിൽ ഞാൻ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. And whatever I do I will prosper. ഞാൻ എന്തെല്ലാം ചെയ്താലും അത് സാധ്യമായിരിക്കും. How many of you will confess this? എത്ര പേർ ഇത് ഏറ്റുപറയും? Are you ready? എത്ര പേർ ഒരുക്കമാണ്? The devil will flee. നിങ്ങളുടെ മുൻപിൽ പിശാച് ഓടിപ്പോകും. The devil will flee. നിങ്ങളുടെ മുൻപിൽ നിന്ന് പിശാച് ഓടിപ്പോകും. Come on, talk to me. Come on, people of God. ദൈവമക്കളെ, നിങ്ങൾ വാ തുറന്ന് സംസാരിച്ചാട്ടെ. Come on. നിങ്ങൾ പറഞ്ഞാട്ടെ. You are not created to be a defeated. നിങ്ങൾ ഒരിക്കലും തകർക്കപ്പെട്ട ശത്രുവിന്റെ മുൻപിൽ പരാജയപ്പെടാൻ നിങ്ങളെ സൃഷ്ടിച്ചതല്ല. You are victorious. നിങ്ങൾ ജയാളികളാണ്. You are more than a conqueror. നിങ്ങൾ ജയാളികളെക്കാൾ ജയാളികളാണ്. And every day you have to confess I am a blessing in the city. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പറയണം, ഞാൻ പട്ടണത്തിൽ I am അനുഗ്രഹിക്കപ്പെട്ടവൻ. a blessing in the city. When I come, when I go, I am a blessing. ഞാൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ
പറയുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. Your enemy is hearing this. ഇത് പറയുമ്പോൾ നിങ്ങളുടെ ശത്രു The കേട്ടോണ്ടിരിക്കുകയാണ്. enemy will ask you, in what way? പിശാച് ചോദിച്ചേക്കാം, ഏത് രീതിയിലാണ് I അനുഗ്രഹിക്കപ്പെട്ടത്? have defeated you in every way. നിന്റെ മുൻപിലെ എല്ലാ വാതിലും അടച്ച് നിന്നെ ഞാൻ And പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. how come you say that you are victorious? പിന്നെ എങ്ങനെ പറയാൻ പറ്റും നീ ജയാളിയാണ്? You have to say, you mind your business. I'm connecting with my നിങ്ങൾ ആ Father's word. ചിന്ത വരുമ്പോൾ തന്നെ പറയണം, നിന്റെ പണി നോക്കുക, ഞാൻ എന്റെ പിതാവിന്റെ കുടുംബമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ജയാളി മാത്രമാണ്. I am a conqueror. ഞാൻ ജയാളി മാത്രമാണ്. I am a conqueror. ഞാൻ ജയാളി മാത്രമാണ്. I know who I am. ഞാൻ ആരാകുന്നു എനിക്ക് മനസ്സിലായി I കഴിഞ്ഞിരിക്കുന്നു. know what I have. എനിക്ക് എന്തൊക്കെ നൽകപ്പെട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായി I know കഴിഞ്ഞിരിക്കുന്നു. where I am going. ഞാൻ എവിടേക്കാ പോകുന്നത്, എന്റെ യാത്ര എവിടേക്ക് എനിക്ക് മനസ്സിലായി I am കഴിഞ്ഞിരിക്കുന്നു. a blessing. ഞാനൊരു അനുഗ്രഹമാണ്. Tell your friend, expect miracles every day. Come അടുത്തിരിക്കുന്ന on, ആളെ കൈ കൊടുത്തോണ്ട് പറഞ്ഞാട്ടെ, അനുദിനം അത്ഭുതങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാവൂ. expect miracles every day. എല്ലാ ദിവസവും അത്ഭുതങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കാവൂ. Expect breakthrough every day. എല്ലാ നിമിഷവും എല്ലാ ദിവസവും മുന്നേറ്റം നിങ്ങൾ മാത്രം പ്രതീക്ഷിക്കുക. I am not saying some beautiful words and encouraging you. ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ പ്രചോദിപ്പിക്കുകയല്ല. You have to use your faith. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഉപയോഗിക്കുക. Oh, how many of you believe what I'm saying? എത്ര പേർ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചു? And most of the believers, പല വിശ്വാസികളും they do not know practically how to live practically. ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം, വിശ്വാസത്തെ എങ്ങനെ പ്രയോഗിക്കണം അറിയത്തില്ല. You need to know you have everything. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം കർത്താവ് നൽകി കഴിഞ്ഞിരിക്കുന്നു. Do you believe that Jesus turned water into wine? എത്ര പേർ വിശ്വസിക്കുന്നു യേശു വെള്ളത്തെ വീഞ്ഞാക്കി? Do you believe? വിശ്വസിക്കുന്നു. How you turn water into wine? എങ്ങനെയാ വെള്ളത്തെ വീഞ്ഞാക്കുന്നത്? It is by his words. തന്റെ വാക്കുകളാൽ. Because he was full of eternal word. അവന്റെ ഉള്ളിൽ നിത്യതയുടെ വാക്കുകൾ നിറഞ്ഞിരിക്കുകയാണ്. You can change your environment by using your words. What you are full of, that only will come out. നിങ്ങളുടെ ചുറ്റും എന്തൊക്കെ അന്തരീക്ഷമുണ്ട് അതിനെ മാറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിങ്ങൾ തുറന്നു വിടുക, അങ്ങനെ അവിടെ മാറ്റം സംഭവിക്കത്തുള്ളൂ. The whole world may come against you and tell you are a failure. ലോകം മുഴുവനും നിനക്ക് എതിരെ വന്ന് വെല്ലുവിളിച്ചേക്കാം, നീ ഒരു പരാജയമാണ്. But you have to say, if God be for me, who can be against me? എന്നാൽ അതിന്റെ നടുവിൽ ധൈര്യത്തോടെ നിന്ന് പറയണം, കർത്താവിന്റെ പക്ഷത്തുണ്ട്, എനിക്ക് പ്രതികൂലമായി നിൽക്കാൻ ആർക്കും സാധ്യമല്ല. I will not afraid. ഞാൻ ഒരിക്കലും പേടിക്കത്തില്ല. What man can do to me? മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? God is on my side. ദൈവം എന്റെ പക്ഷത്തുണ്ട്. How many of you God is on your side? എത്ര പേർക്ക് പറയാൻ പറ്റും കർത്താവിന്റെ പക്ഷത്തുണ്ട്? My brothers and sisters, സഹോദരങ്ങളെ, why the challenge is coming into our life? എന്തുകൊണ്ടാ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുന്നത്? Because God wants you to use your faith. നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ പ്രയോഗിക്കുവാനാണ്. സിസ്റ്ററിന്റെ പേര് ജ്യോതി, കറുകച്ചാലിൽ നിന്ന് വരുന്നു. സിസ്റ്ററിന് 12 വർഷമായിട്ട് സിസ്റ്ററിന് ബാക്ക് പെയിൻ ആയിരുന്നു. അത് സിസ്റ്ററിന് യൂട്രസിൽ 3-4 സിസ്റ്റ് ഉണ്ടായിരുന്നു. യൂട്രസ് റിമൂവ് ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞിരുന്നത്. അതിനെ തുടർന്ന് സിസ്റ്ററിന് ഒന്ന് ഇരിക്കുവാനോ കുനിയുവാനോ നിവർന്ന് നിന്ന് ജോലി ചെയ്യുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് റിമൂവ് ചെയ്യണം, എന്നാൽ സിസ്റ്ററിന് ഒരു തലമുറയില്ല. സിസ്റ്റർ അതുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്തില്ല. വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് സിസ്റ്റർ ഒരു 2 ആഴ്ച മുമ്പ് ഇവിടെ ആരാധനയിൽ വരുന്നത്. ആരാധനയിൽ ബ്രദർ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവിൻ്റെ അത്യന്ത ശക്തി ആ ശരീരത്തിന്മേൽ അനുഭവിക്കുകയും സിസ്റ്ററിന് ശക്തമായ വയറിന് വേദനയും മൂലമാണ് ഇവിടെ വന്നത്. ആ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സിസ്റ്റർ ശരീരത്തിൽ ആ വേദന വിട്ടുമാറി. ഇപ്പോൾ കർത്താവ് പൂർണ്ണമായ സൗഖ്യം കൊടുത്തിരിക്കുന്നു. 2 ആഴ്ച കഴിഞ്ഞ ആഴ്ച സിസ്റ്ററിന് മീറ്റിങ്ങിന് വരാൻ കഴിഞ്ഞില്ല. സിസ്റ്റർ പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു പ്രയാസമുണ്ടായി. പക്ഷേ എങ്കിൽ പോലും ഇവിടെ ആരാധനയിൽ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ അത്യന്ത ശക്തി ആ ശരീരത്തിന്മേൽ അനുഭവിക്കുകയും ആ ശരീരത്തിന്മേൽ ആ സൗഖ്യം സിസ്റ്ററിന് അനുഭവിച്ചറിയാനും കഴിയുന്നുവെന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ 12 വർഷമായിട്ടുള്ള വേദന ഇപ്പോൾ ഇല്ല, പരിപൂർണമായ വിടുതലായിരിക്കുന്നു. ഇതൊരു വലിയ അത്ഭുതമാണ്. എൻ്റെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിൽ വന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെയും ഒരു തലമുറയില്ലാത്തത് കൊണ്ട് വളരെ നിന്ദയും പരിഹാസങ്ങളും എല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എങ്കിലും എന്നോട് കർത്താവ് വാഗ്ദത്തം ചെയ്തതൊന്നുണ്ടായിരുന്നു. ഹന്നായുടെ ഗർഭത്തെ തുറന്ന് അതേ കർത്താവ് എന്നെയും ഗർഭത്തെ തുറക്കുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ട്രീറ്റ്മെൻ്റ് എല്ലാം അവസാനിച്ചു. ഡോക്ടർമാർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യുവാനില്ല, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എനിക്ക് ക്യാൻസറിലോട്ട് പോകുന്ന ഒരവസ്ഥയാണെന്ന് പറയുവാനിടയായി. അങ്ങനെ റിമൂവ് ചെയ്യണം, യൂട്രസ് ഓവറിയും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് 6 മാസമായി എന്നോട് പറഞ്ഞിട്ട്, എങ്കിലും ഞാനത്
അവിടെ ഉപേക്ഷിച്ചിട്ട് ഞാൻ അന്ന് തൊട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അരയ്ക്ക് താഴ്പോട്ട് എനിക്ക് തളർച്ചയായിരുന്നു. വീട്ടിനകത്ത് ഞാൻ കിടക്കുകയാണെങ്കിൽ അവിടെ തന്നെ ഇങ്ങനെ കിടന്നു പോകുമെന്ന് വെച്ചാൽ വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ അരയ്ക്കൊരു ടവ്വൽ വലിച്ച് മുറുക്കി കെട്ടിയാണ് ഞാൻ വീട്ടിലെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം പ്രിയ ദേവദാസൻ പറഞ്ഞാൽ 3 ദിവസം എന്ന് പറഞ്ഞ് ആ 3 ദിവസം എൻ്റെ വയറിനകത്ത് വലിച്ച് മുറുകുന്ന ഒരവസ്ഥയിൽ വേദന അനുഭവപ്പെട്ടു. പക്ഷെ അതിനുശേഷം എനിക്ക് ആ നടുവിന് വേദനയും ഈ അരയ്ക്ക് കീഴ്പോട്ടുള്ള തളർച്ചയെല്ലാം എനിക്ക് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. എൻ്റെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു അത്ഭുതം തന്നെയാണ്. കാരണം 2010 ഞാൻ ഫോണിലൂടെ വിളിച്ച് ആൻറ്റിയുടെ അടുത്ത് 2010 ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഈ ബ്ലീഡിങ് കാരണം. അന്ന് എനിക്കൊരു വചനം തന്നു, കർത്താവ് സകല അകൃത്യങ്ങളെയും മോചിപ്പിച്ച് സകല രോഗങ്ങളെയും സൗഖ്യമാക്കുമെന്ന്. ആ വചനം മുറുകെ പിടിച്ച് ഞാൻ പാലായുടെ ദേശത്തു നിന്ന് ഇവിടെ വന്നത് എൻ്റെ കർത്താവിൻ്റെ പദ്ധതി ഒന്നുകൊണ്ട് മാത്രമാണ്. അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം കർത്താവ് മുന്നേ എന്നെ അറിഞ്ഞു, എന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് ഞാൻ ഈ സഭയ്ക്കകത്ത് വന്നത്. എൻ്റെ ഭർത്താവിന് ഒരു ഗവൺമെൻറ് ജോലിയുടെ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ അല്ല ലിസ്റ്റിൽ വന്നു. ഇവിടെ വന്ന് കാലുകുത്തി അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വിടുതലാണ്. ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ മുറ്റം അടിക്കുന്നുണ്ട്. അല്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഭവനത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ 20 വർഷമായി വിശ്വാസത്തിലായിരുന്നു. അപ്പോൾ എന്നെ തലമുറയില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ കുടുംബജീവിതം പോലും നഷ്ടമാകുന്ന ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാനിവിടെ കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എല്ലാം കൊണ്ട് കർത്താവ് വലിയ അത്ഭുതമാണ് ചെയ്തത്. നിങ്ങളുടെ കരം ഇങ്ങോട്ട് നീട്ടിക്കോ. ഇവിടെ ഈ സൗകര്യ തലമുറയെ വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇവർക്ക് നടക്കാനോ ഇരിക്കാനോ ജോലി ചെയ്യാനോ ഒന്നും കഴിയത്തില്ലായിരുന്നു. നമ്മൾ കേട്ടു. ഇവിടെ വന്നതിന് ശേഷം അത്ഭുതകരമായി കർത്താവ് സൗഖ്യപ്പെടുത്തി. ഇന്ന് സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ബാക്കി കർത്താവ് ചെയ്യട്ടെ. കമോൺ, ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഹന്നയുടെ ഗർഭത്തെ അനുഗ്രഹിച്ച ദൈവം ഈ മകൾക്കായി ഒരു അത്ഭുതം ചെയ്യട്ടെ. ഈ സമയത്ത് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് രോഗികൾക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇപ്പോഴും കർത്താവിൻ്റെ വചനം സൗഖ്യമാക്കുന്ന ശക്തി വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കായിട്ടും കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വേളയിൽ രോഗികളായിരിക്കുന്ന ആളുകൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കരങ്ങൾ വയ്ക്കുക. ആസ് എ പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ ശരീരങ്ങളിലേക്ക് കരങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ അതിശയങ്ങൾ നമുക്ക് വേണ്ടി സംഭവിക്കാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ കണ്ണുകളുടെ പ്രോബ്ലംസ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കാഴ്ച ശക്തികൾ റെസ്റ്റോർ ചെയ്യപ്പെടട്ടെ എന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തുമ്മലുകളും ശ്വാസമെടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന ആളുകളും സൗഖ്യമാകുന്നത് ഈ സമയത്ത് ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ, ഓ ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ലോർഡ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഓ ലോർഡ്, കൈയുടെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കൈയുടെ വിരലുകളുടെ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ, പ്രോപ്പറായി കേൾക്കുവാൻ കഴിയാത്ത ആളുകൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ബെഡിൽ കിടന്നുകൊണ്ടും മറ്റു സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് നടക്കാൻ മൂവ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ഒരു യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ലോർഡ് ജീസസ്. രോഗികളായവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതിനായി നന്ദി. ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും തകർച്ചയിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസം ഉണ്ടാകട്ടെ, വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ചില പ്രതിസന്ധികളെ നേരിടുവാൻ കഴിയാത്ത വിധത്തിൽ വലിയ ചലഞ്ചുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, വെല്ലുവിളികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ അങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിൽ അതിശയങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സ്റ്റെപ്പുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്ക് പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, ആശയങ്ങൾ ഉണ്ടാകട്ടെ, മൈൻഡ് സെറ്റുകൾ മാറട്ടെ എന്ന് ഇപ്പോൾ ഞാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അങ്ങനെയുള്ളവർ ഫ്രീ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു.
വിദ്യാഭ്യാസത്തിൻ്റെ അടുത്ത പടികളിലേക്ക് സ്റ്റെപ്പ് എടുക്കുവാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആളുകൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കായിട്ട് കർത്താവിൻ്റെ വലിയ നിയോഗവും ഗൈഡൻസും അവരുടെ ജീവിതത്തിൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബ ജീവിതത്തിൽ ചില ഡിസിഷൻ എടുക്കാൻ കഴിയാത്ത ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾക്കായി പ്രോപ്പറായി ഡിസിഷൻ എടുക്കുവാൻ, തീരുമാനങ്ങൾ എടുക്കുവാനുള്ള വലിയ ഗ്രേസ് ഉണ്ടാകട്ടെ, ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇപ്പോൾ എവിടെയൊക്കെ മിറക്കിൾ ഡേ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടോ, അത്ഭുതങ്ങൾ ഈ സമയത്ത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കുന്നതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ നമുക്കായിട്ട് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളെ പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും കത്തുകളും മിറക്കിൾ ഡേയിലേക്ക് എഴുതുക. നമ്മുടെ അപ്കമിങ് മീറ്റിംഗ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷനുകൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ മിറക്കിൾ ഡേയിൽ കാണുന്നവരെയും എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ, കൂടെ ഇരിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. Miracle Day Business Seminar at Ernakulam. Brother Titus ministering. How to become an effective businessman, how to become a godly planner, and much more. ഈ ബിസിനസ് സെമിനാറിൽ കൂടി നമ്മൾ ഓരോ ബിസിനസ്സുകാരെയും എങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരകനാകാൻ കഴിയും എന്നുള്ള വിഷയങ്ങളാണ് കൂടുതലും പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ഓരോ ബിസിനസ്സും ഓരോ പ്രശ്നത്തിന് പരിഹാരമാണ്. ദൈവം നമുക്ക് തരുന്നത് ആശയങ്ങളാണ്, ഐഡിയ. ആ ആശയങ്ങളെ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ഓരോ ബിസിനസ് എന്ന് പറയുന്നത്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ബിസിനസ് മീറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി വളരെ വലിയ മാറ്റങ്ങളാണ്. മിറക്കിൾ ഡേ ബിസിനസ് സെമിനാർ ബിസിനസ് ചെയ്യുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഇഫ് യു വാണ്ട് ടു ബിക്കം എ സക്സസ്ഫുൾ ബിസിനസ് മാൻ വിത്ത് ഗോഡ്, ദൈവിക പ്രിൻസിപ്പിളിൽ ഒരു ബിസിനസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഡോണ്ട് മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി. ദിസ് മീറ്റിംഗ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട് ടു ഡെവലപ്പ് യുവർ ബിസിനസ്. Miracle Day Business Seminar. Register your seats now itself. Do contact 9400 239988. ആരാധനയും വിടുതൽ ശുശ്രൂഷയും എറണാകുളത്ത് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 4 മുതൽ 6:30 വരെ എറണാകുളം ചിറ്റൂർ റോഡിലുള്ള YMCA മെയിൻ ഹാളിൽ വെച്ച് ബ്രദർ ടൈറ്റസ് ആൻഡ് ടീം ശുശ്രൂഷിക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ആരാധനയും വിടുതൽ ശുശ്രൂഷയും തിരുവനന്തപുരത്ത് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മുതൽ 1 മണി വരെ പാളയം LMS കോമ്പൗണ്ടിലുള്ള പോളിയോ ഹോമിൽ വെച്ച് ബ്രദർ ടൈറ്റസ് ആൻഡ് ടീം ശുശ്രൂഷിക്കുന്നു. ആരാധനയും വിടുതൽ ശുശ്രൂഷയും കൊല്ലത്ത്. സ്ഥലം കോൺഗ്രസ് ഭവന് സമീപം, മെസോണിക് ഹാൾ, മുണ്ടക്കൽ, കൊല്ലം. സമയം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. ബ്രദർ ടൈറ്റസും ടീം ആരാധനകൾക്കും ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നു. Worship and deliverance meeting on Sunday in Pathanamthitta at Punnalath Junction, Koranjeri Road, from morning 9:30 a.m. to 12:30 p.m. Brother Titus and team ministering. All are cordially invited. Counseling രാവിലെ 9 മണി മുതൽ. ബുക്കിംഗിനായി കോൺടാക്ട് ചെയ്യുക 9048 117186. ഏവരെയും സ്വാഗതം ചെയ്യുന്നു. For more details, Miracle Day PB number 124, Pathanamthitta 689645. Our email ID kmtitusministries@gmail.com, miracledaytv@gmail.com.